പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു വീട്ടിൽ അച്ഛൻ തൻ്റെ മകനെ രാവിലെ വിളിച്ചുണർത്തുകയാണ്. മോനെ എഴുന്നേൽക്ക്, നിനക്ക് സ്കൂളിൽ പോകേണ്ട സമയമായി. നീ എന്താ ഇനിയും എഴുന്നേൽക്കാത്തത്? അദ്ദേഹം മകനെ പിടിച്ചു കുലുക്കുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ കേൾക്കുന്ന മറുപടി മകൻ പറഞ്ഞു, എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല അച്ഛാ. അതെന്താ മോനെ? അച്ഛാ, സ്കൂളിൽ പോകുന്നത് വെറും ബോറാണ്. അതെന്തുകൊണ്ടാണ് നിനക്ക് ബോറാകുന്നത്? അതോ സ്കൂളിലെ കുട്ടികളൊക്കെ എന്നെ കളിയാക്കും. ഓ, അങ്ങനെയാണോ? ശരി മോനെ, നീ പറഞ്ഞത് മുഴുവൻ അച്ഛൻ കേട്ടു. 3 കാര്യങ്ങൾ നീ പറഞ്ഞതുപോലെ അച്ഛൻ പറയുന്ന 3 കാര്യങ്ങൾ നീയും കേൾക്കണം, അച്ഛൻ പറഞ്ഞു. ശരി, അച്ഛൻ പറഞ്ഞുകൊള്ളൂ, മകൻ സമ്മതിച്ചു. മോനെ, സ്കൂളിൽ പോകുക എന്നത് നിന്റെ കടമയാണ്. 2, നിനക്ക് 50 വയസ്സായി. 3, നീ ആ സ്കൂളിലെ പ്രിൻസിപ്പലാണ്. 50 വയസ്സായിട്ടും മടിപിടിച്ച് സ്കൂളിൽ പോകാതിരിക്കുന്ന പ്രിൻസിപ്പലിൻ്റെ അവസ്ഥയിലാണ് ഇന്ന് പലരും. ഏതോ ഒരു ഉറക്കത്തിലാണ് നമ്മൾ ഇന്ന് കഴിയുന്നത്. വാക്കിലോ പ്രവൃത്തിയിലോ ശരിയായ ബോധം വരുന്നില്ല. അതിനാൽ നമ്മൾ ഉണരേണ്ടത് ഉള്ളിൽ നിന്നാണ്. അവിടെ നിന്നാണ് നമ്മൾ ശരിക്കും വളരേണ്ടത്. അപ്പോൾ മാത്രമേ അറിവിനോടൊപ്പം ബോധവും ഉണരുകയുള്ളൂ. പുകവലി ക്യാൻസറിന് വഴിതെളിയിക്കും എന്ന് കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. എന്നിട്ടും സിഗരറ്റ് വലി നിർത്തുന്നില്ല. പക്ഷേ ക്യാൻസർ പിടിപെടുമ്പോൾ ബോധമുണരും. ബോധമുണരുമ്പോൾ തെറ്റിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിക്കും. പിന്നെ ആഗ്രഹമുണ്ടെങ്കിലും സിഗരറ്റ് വലിക്കില്ല. വലിച്ചാൽ മരിക്കുമെന്ന ബോധമുണർന്നു. ആ ബോധമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ തെറ്റുകൾ ചെയ്യുന്നത്. ഒരു മോഷ്ടാവ് ഒരിക്കലൊരു മഹാത്മാവിനെ വണങ്ങി പറഞ്ഞു, ഗുരു, എൻ്റെ ജോലി മോഷണമാണ്. ഈ തെറ്റിൽ നിന്ന് മോചിതനാകണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് അങ്ങ് എന്നെ അനുഗ്രഹിക്കണം. മഹാത്മാവ് ഉടനെ മറുപടി കൊടുത്തു, നിനക്ക് മോഷണം നിർത്താനാവുകയില്ലെങ്കിൽ നീ മോഷ്ടിച്ചതിന് ശേഷം ആ വിവരം അവരോട് പറയുക, അല്ലെങ്കിൽ പറഞ്ഞ ശേഷം മോഷ്ടിക്കുക. അടുത്ത ദിവസം ഒരു വീട്ടിൽ കയറി മോഷണത്തിനൊരുങ്ങുമ്പോൾ ഗുരുവിൻ്റെ വാക്കുകൾ മോഷ്ടാവ് ഓർമ്മിച്ചു. ഞാനിതെടുത്തിട്ട് ഉടമസ്ഥനോട് വിവരം പറഞ്ഞാൽ എന്നെ അവർ പോലീസിലേൽപ്പിക്കും. പോലീസിൽ നിന്ന് നല്ല തല്ല് കിട്ടും, ജയിലിലടക്കും. ഇത്രയും ഓർത്തപ്പോൾ ആകെ പെട്ടെന്ന് പിൻവലിഞ്ഞു. എന്നാൽ വീണ്ടും അതെടുക്കുവാൻ മനസ്സ് പ്രേരിപ്പിച്ചു. പക്ഷേ സാധിച്ചില്ല. ശിക്ഷകളെക്കുറിച്ച് ഓർമ്മിച്ചപ്പോൾ അതെടുക്കാനായില്ല. തിരികെ ഗുരുവിൻ്റെ അടുത്തെത്തി പറഞ്ഞു, അങ്ങ് എന്തു വിഡ്ഢിത്തമാണ് പറഞ്ഞത്. ഒന്നുകിൽ മോഷ്ടിച്ചിട്ട് പറയണം, അല്ലെങ്കിൽ പറഞ്ഞിട്ട് മോഷ്ടിക്കണം. ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ എങ്ങനെ മോഷ്ടിക്കാൻ സാധിക്കും? ഗുരു മറുപടി പറഞ്ഞു, നീ മോഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഉപദേശിച്ചത്. എൻ്റെ വാക്കുകൾ നീ ഓർത്തപ്പോൾ ആ സാഹചര്യത്തിൽ ശരിയായ ബോധം നിന്നിൽ വന്നു. നീ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ ഭവിഷ്യത്ത് എന്തെന്ന് നീ മനസ്സിലാക്കി. അതു നിന്നെ തെറ്റു ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിയുവാൻ സഹായിച്ചു. നമുക്കെല്ലാം അറിവുണ്ട്, പക്ഷേ ബോധമില്ല. ഇതുമൂലം നമ്മൾ എന്തിനു വേണ്ടിയാണോ ജനിച്ചത് അത് നേടാൻ സാധിക്കുന്നില്ല. നമ്മൾ ഒന്ന് ചിന്തിക്കുന്നു, പക്ഷേ പറയാൻ ഭാവിക്കുന്നത് ഒന്നും പറയുന്നത് വേറൊന്നുമാണ്. പ്രവർത്തിക്കുന്നത് ഇതൊന്നുമല്ലതാനും. ഇങ്ങനെയൊക്കെയല്ലേ നമ്മുടെ ജീവിതം? എല്ലാവരും ഏതോ ഒരു അർദ്ധസ്വപ്നത്തിൽ കഴിയുന്നത് പോലെയാണ്. നമുക്കൊക്കെ ഇത്ര വയസ്സായിട്ടും ശരിയായ ബോധത്തെ നമ്മുടെ ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഉണർത്തുവാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും ഭവിഷ്യത്തുകളെക്കുറിച്ച് നമുക്ക് നല്ല ബോധമുണ്ടാവണം. എങ്കിൽ നമ്മൾ തെറ്റുകൾ ചെയ്യുകയില്ല. ഈ ബോധമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ തെറ്റുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളുടെ ഭവിഷ്യത്തുകളെക്കുറിച്ച് ചിന്തിക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്നാശംസിക്കുന്നു. നന്ദി.